ദിവസവും വെറും 35 മിനിറ്റ് ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ നോക്കാൻ പോണത് 3 ഡെയിലി ഹാബിറ്റ്സ് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ്. സോ എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടാകുന്ന സെയിം കാര്യങ്ങളാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ലിസണിംഗ് ആണ്, കേൾക്കുക. അതായത് ഇംഗ്ലീഷ് വീഡിയോസ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കുക, കാണുക. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഗ്രാമർ ക്ലാസ്സസ് അല്ല, ഇംഗ്ലീഷ് ക്ലാസ്സസ് അല്ലാത്ത മറ്റുള്ള വീഡിയോസ്, അതായത് യൂട്യൂബിൽ അല്ലെങ്കിൽ സ്പോട്ടിഫൈയിൽ പോഡ്കാസ്റ്റ്, പല പല ടോപ്പിക്സിനെ പറ്റി നമുക്ക് കാണാനും കേൾക്കാനും പറ്റും അല്ലേ. ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, ബിസിനസ്, അതുപോലെ തന്നെ ഡെയിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, ട്രാവലിംഗ്, ഒരുപാട് ടൈപ്പ് വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ ഓഡിയോസ്, പോഡ്കാസ്റ്റ് ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക, കാണാൻ ശ്രമിക്കുക. ഞാൻ ഇതേപോലെ തന്നെ ഡെയിലി വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. സോ കൂടുതലായിട്ട് ഞാൻ കാണാറെന്ന് പറയുന്നത് മൈൻഡ് സെറ്റും പോസിറ്റിവിറ്റി ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ്. പിന്നെ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്റ്റീവ് കോൺവെർസേഷൻ ആയിരിക്കും. രണ്ടുപേരും തമ്മിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും ഇന്റർവ്യൂസ് എന്നൊക്കെ പറയുന്നത്. സോ കൂടുതൽ ഇന്റർവ്യൂസ് കാണാൻ ശ്രമിക്കുക. സോ ഞാൻ കാണാറുള്ള വീഡിയോസിന്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ പോയി കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യുക, അതിനനുസരിച്ച് കാണാം. നിങ്ങൾക്ക് പല ടോപ്പിക് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക അല്ലേ. ചിലർക്ക് ട്രാവലിംഗ് ആയിരിക്കും, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും, ചിലർക്ക് വ്ലോഗിംഗ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് ആ ഇഷ്ടമുള്ള ടോപ്പിക് മാത്രം കാണാൻ ശ്രമിക്കുക. ഇതുപോലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക, ഇഷ്ടമുള്ള ടോപ്പിക്സ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ബോർ അടിക്കില്ലല്ലേ. ഒരു ആക്റ്റീവായിട്ട് നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റും. സോ ഇവിടെ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ അവരെങ്ങനെയാണ് പറയണത്, അവരുടെ പ്രൊനൗൺസിയേഷൻ, അവരെങ്ങനെയാണ് ഓരോ വേർഡ്സും പ്രൊനൗൺസ് ചെയ്യണത്, അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് സ്ക്രീൻ ടൈം ഒക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, അതായത് വീഡിയോസ് ഒരുപാട് കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്ക്രീൻ ടൈം ഒക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റുകൾ കേൾക്കാം. അതായത് സ്പോട്ടിഫൈ, ഗൂഗിൾ പോഡ്കാസ്റ്റ്, ഇതിലൊക്കെ ഒരുപാട് ടോപ്പിക്സ് അവൈലബിൾ ആണ്. നമ്മൾ പോഡ്കാസ്റ്റ് നമ്മൾ സെക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ടോപ്പിക്സ് കാണാൻ പറ്റും. സോ അതിൽ ഇഷ്ടമുള്ള ടോപ്പിക്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷണൽ, മോട്ടിവേഷണൽ, പോസിറ്റിവിറ്റീസ്, ഒരുപാട് ടോപ്പിക്സ് അവൈലബിൾ ആണ് പോഡ്കാസ്റ്റിലൊക്കെ. സോ അതിലൊരു ടോപ്പിക് ചൂസ് ചെയ്തിട്ട് അതിങ്ങനെ കേൾക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് സ്ക്രീൻ ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സ്ക്രീനിൽ നോക്കേണ്ട ആവശ്യമില്ല, കേട്ടാൽ മാത്രം മതി. സോ അതൊരു നല്ല കാര്യമാണ്. പോഡ്കാസ്റ്റിന്റെ ഒരു ഉപയോഗം അതാണ്, നമുക്ക് സ്ക്രീനിൽ നോക്കേണ്ട ആവശ്യമില്ല, കേട്ടാൽ മതി. സോ ഒരുപാട് കേൾക്കാൻ ശ്രമിക്കുക. സോ അറ്റ്ലീസ്റ്റ് 15 മിനിറ്റെങ്കിലും നമ്മൾ കേൾക്കുക. അതിന് കൂടിയാലും കുഴപ്പമില്ല. നിങ്ങൾ ഇതേപോലെ ലിസണിങ് ചെയ്യുമ്പോൾ, കേൾക്കുമ്പോൾ കാലത്ത് ചെയ്യാൻ ശ്രമിക്കുക. കാലത്ത് നമുക്ക് ഇതിനും കൂടി എനർജി ഉണ്ടാവും അല്ലേ. സോ ഇതിലൂടെയും എനർജറ്റിക് ആയിരിക്കും. സോ കാലത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ഹാബിറ്റ് നോക്കാം, റീഡിങ്, വായിക്കുക. ഇവിടെ നിങ്ങൾക്ക് വല്ല ന്യൂസ് പേപ്പറോ, ന്യൂസ് ആർട്ടിക്കിൾസോ, ഓൺലൈൻ ന്യൂസ് ആർട്ടിക്കിൾസോ, അല്ലെങ്കിൽ മാഗസീൻസോ, ഷോർട്ട് സ്റ്റോറീസോ, അല്ലെങ്കിൽ ബുക്സോ ഒക്കെ വായിക്കാം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉറക്കെ വായിക്കാൻ ശ്രമിക്കുക. റീഡ് അലൗഡ്. ഇവിടെ ഉറക്കെ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ പൈസ ഒന്നും കൊടുത്ത് ന്യൂസ് പേപ്പർ വാങ്ങണ്ട. നമുക്ക് ഓൺലൈനിൽ ഒരുപാട് ഫ്രീ ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, അങ്ങനെ ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് ഉണ്ട്, ന്യൂസ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾ ഓരോ ദിവസം ഡെയിലി എന്താ പറയുക, ഒന്നോ രണ്ടോ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് ഒക്കെ വായിക്കാൻ മടിയാന്നുണ്ടെങ്കിൽ, താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ഷോർട്ട് സ്റ്റോറീസ് വായിക്കാം. ഇതുപോലെ പ്ലേ സ്റ്റോറിലൊക്കെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ വായിക്കാൻ പറ്റും. സോ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ പാരഗ്രാഫ് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഡെയിലി ഇങ്ങനത്തെ കുറച്ച് ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പാരഗ്രാഫോ വായിക്കാൻ ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ, നിങ്ങളുടെ ഒരു റൂമിൽ തന്നെ ഇരുന്ന് ഉറക്കെ വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വായിക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട്. ഇനി നിങ്ങൾക്ക് വല്ല ബുക്കൊക്കെയാണ് വായിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു ബുക്കിൽ ഒന്നോ രണ്ടോ പേജോ മാക്സിമം വായിച്ചാൽ മതി. കാരണം നമ്മളിങ്ങനെ ഉറക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, കുറേ വായിക്കാൻ പറ്റില്ല, കുറച്ചാണ് വായിക്കാൻ പറ്റില്ല നമ്മുടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് മടുക്കും. സോ കുറച്ച് ചെയ്താൽ മതി. ഓരോ ദിവസം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. ഇത് മാക്സിമം 5 മിനിറ്റാണ് എടുക്കുള്ളൂ. കൂടിപ്പോയി 5 മിനിറ്റാണ് ഈ പ്രാക്ടീസിന് വേണ്ടി എടുക്കുള്ളൂ. നിങ്ങൾ ഇതേപോലെ റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഇതേപോലെ വായിക്കുമ്പോൾ, ബുക്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ വേർഡ്സ് ഒക്കെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് മീനിങ് അറിയാത്ത വേർഡ്സ് ഒക്കെ കാണുമ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അതേപോലെ ചില വേർഡ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. മിസ്പ്രൊനൗൺസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നോട്ട് ചെയ്തിട്ട് അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കുക. സോ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. റീഡിംഗ് പ്രാക്ടീസും ലിസണിങ് പ്രാക്ടീസും തമ്മിൽ കണക്റ്റഡ് ആണ്. കാരണം നിങ്ങൾ ഒരുപാട് കേൾക്കുമ്പോൾ മറ്റുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതി, അവരെങ്ങനെയാണ് വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യണത്, അവരെങ്ങനെയാണ് ഒരു സെന്റൻസിൽ നിന്ന് വേറെ സെന്റൻസിലേക്ക് പോകുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്കൊരു ഐഡിയ വരും, എങ്ങനെയാണ് വേർഡ്സ് ഒക്കെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വായിക്കേണ്ടത്. സോ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു രീതിയിൽ നമ്മൾ വായിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഓരോ ദിവസം നമുക്ക് പ്രോഗ്രസ് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ പ്രാക്ടീസ്, ഈ 2 ആക്ടിവിറ്റിയും ചെയ്ത് കഴിഞ്ഞാൽ 1 2 മാസത്തിനുള്ളിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. കാരണം ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊനൗൺസിയേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ ഇത്തിരി കൂടി സിമ്പിൾ ആയിട്ട് തോന്നി. കാരണം നമ്മൾ വായിക്കുക, കേൾക്കുക, പിന്നെ വായിക്കുക. ഇതൊരു ആക്റ്റീവ് ആയിട്ടൊരു
കാര്യങ്ങളാണ്. അവസാനത്തെ ഒരു ഹാബിറ്റാണ് സ്പീക്കിംഗ്. സംസാരിക്കുക. എല്ലാ ദിവസവും സംസാരിക്കാൻ ശ്രമിക്കുക. അതായത് ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് ഓൺലൈനിലൊക്കെ. പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലൊക്കെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് മറ്റുള്ളവരുമായിട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് സംസാരിച്ച് പഠിക്കാൻ പറ്റും നമുക്ക്. പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു 15ഓ 20ഓ മിനിറ്റൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ ഡെയിലി സംസാരിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേറൊരാളുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക. ഓൺലൈനിലൊക്കെ ഗൂഗിളിൽ കയറിയിട്ട് ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫേവറേറ്റ് മൂവി, ഫേവറേറ്റ് സോങ്, ഫേവറേറ്റ് ഫുഡ് ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ ചൂസ് ചെയ്തിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുക. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫി ക്യാമറ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് നോക്കി സംസാരിക്കാം. അതല്ലെങ്കിൽ ഫോണിലെ റെക്കോർഡറില്ലേ വോയിസ് റെക്കോർഡർ പ്ലേ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. സോ നിങ്ങൾ ആദ്യം നിങ്ങളായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഇത്തിരി കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷം 1 2 ഒക്കെ ആഴ്ച കഴിഞ്ഞിട്ട് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങുക. സോ ഇങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവരും സംസാരിക്കാൻ ശ്രമിക്കുക. അതായത് മറ്റുള്ളവരായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് തന്നെയോ സംസാരിക്കുക. ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ പറ്റും ആ ലിങ്ക്. അതായത് ഇങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എയ്സ് ഫ്ലുവൻസി, സ്പീക്ക് ഇംഗ്ലീഷ്, സ്പീക്ക് വെൽ. സോ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ്, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. വേറെ ചിലവൊന്നുമില്ല. നമ്മുടെ ടൈമാണ് പ്രാധാന്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30-35 മിനിറ്റ്, ഒരു 15 മിനിറ്റ് നിങ്ങൾ എന്നും കേൾക്കാൻ ശ്രമിക്കുക. ഒരു 15 മിനിറ്റ് 5 മിനിറ്റ് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് സംസാരിക്കാൻ ശ്രമിക്കുക. സോ ഇങ്ങനെ ഒരു 35 മിനിറ്റ് മാക്സിമം മതി നമുക്ക് ഡെയിലി സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങളുടെ ഒഴിവനുസരിച്ച് ഇപ്പോൾ ഒരുപാട് പേര് വർക്ക് ചെയ്യണവരുണ്ടാവും, പഠിക്കുന്നവരുണ്ടാവും. സോ ഒഴിവ് പോലെ ഇങ്ങനെ ഒരു 30-35 മിനിറ്റ് കണ്ടുപിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ കേൾക്കുക, വായിക്കുക, അതുപോലെ പതുക്കെ പതുക്കെ സംസാരിച്ച് തുടങ്ങാൻ ശ്രമിക്കുക. നമുക്ക് ഇത്തിരി പേടിയുണ്ടാവും, പക്ഷേ സംസാരിക്കാൻ ശ്രമിക്കുക. എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യം കേൾക്കണം. ഇംഗ്ലീഷ് എല്ലാ ദിവസവും കേൾക്കാൻ ശ്രമിക്കുക നമ്മൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി. ബൈ.